നിക്ക്. ഞാൻ പറയുന്ന കേക്ക്. നീ ഇതെങ്ങോട്ടാ പോന്നേ? എന്റെ പൊന്നെ, ഇത് വലിയ കഷ്ടായി പോയല്ലോ. ഒന്നുമില്ലെന്നേ, ഞാൻ ഇത് കൊണ്ടുപോയി ഗൗതമന്റെ കൈ കൊടുത്തിട്ട് ഒരക്ഷരം മിണ്ടാതെ തിരിച്ചു പൊക്കോളാം. എന്താ പോരെ? അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഗൗതമ നിധി ഇവിടെ ഇല്ല, അവര് പുറത്തു പോയിരിക്ക. പുറത്തു പോയിന്നോ? അവരെവിടെ പോയതാ? മോനും മരുമോളും കൂടെ എവിടേക്കെങ്കിലും പോകാൻ ഇറങ്ങിയാൽ ഉടനെ പിന്നാലെ ചെന്ന് എവിടേക്ക് പോന്നു, എന്തിനു പോന്നു എന്നൊക്കെ ചോദിച്ച് അവരുടെ സ്വർഗത്തിലെ കട്ടറും പാകുന്ന ഒരു അമ്മായിമ്മേ അല്ല ഞാൻ. ഓ അങ്ങനെ. എന്താ അങ്ങനെയായി പറ്റില്ലേ? ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ അകത്തു പോലും കയറില്ലായിരുന്നല്ലോ. അപ്പൊ തന്നെ ഞാനങ്ങ് തിരിച്ചു പോയേനെ. ഗൗതമ നിധി ഇവിടെ ഇല്ലാന്ന് ഞാൻ അവിടെ വെച്ചേ പറഞ്ഞതാ. അപ്പൊ നീ വിശ്വസിച്ചില്ല. എങ്ങനെ വിശ്വസിക്കും? കയ്യിലിരിപ്പ് അതാണല്ലോ. എന്താ? ഒന്നുമില്ലായേ, ഞാൻ അതുവഴി അങ്ങ് പോയേനെന്ന് പറഞ്ഞതാ. വാതിൽപ്പടിയിൽ നിന്നേ അവിടം വരെ കിലോമീറ്റർ കണക്കിന് ദൂരമൊന്നുമില്ല. തിരിച്ചു പോകാനാണെങ്കിൽ ഇനിയും ആവാലോ. വേണമെങ്കിൽ ഞാൻ പിടിച്ചങ്ങ് പുറത്താക്കി തരാം. അങ്ങനെ അങ്ങ് ഇറക്കി വിടാന്നൊന്നും കരുതണ്ട. അങ്ങനെ ഇറങ്ങി പോകാനും ഉദ്ദേശിച്ചിട്ടില്ല. പറഞ്ഞതിന് മറുപടി പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇതും വാങ്ങി ഇവിടെ വരെ വന്നതല്ലേ. ഇന്നിനി ഗൗതമനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്തായാലും ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, എന്റെ മോനെ വിളിക്കാനേ എനിക്കറിയാം. ഞാൻ വിളിച്ചു ചോദിക്കട്ടെ അവനോട് എപ്പോ വരൂന്ന്. അമ്മയാണല്ലോ ഗൗതം വിളിക്കുന്നത്. എടുത്തിട്ട് സ്പീക്കറിലിട്. ഹലോ അമ്മേ. മോളെ, നിങ്ങളിപ്പോ എവിടെയാ? ഞങ്ങള് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുവാണല്ലോ. എന്തു പറ്റി? അപ്പോ നിങ്ങൾ വരാൻ ഒരുപാട് ലേറ്റ് ആവും അല്ലേ? ഏയ്, അത്രയ്ക്ക് ലേറ്റ് ആവൊന്നുമില്ല. അമ്മ കാര്യം പറ. സാരമില്ല, ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഇത് ഞാൻ നോക്കിക്കോളാം. ഫോണൊന്ന് തന്നേ പറ, ഞാനൊന്ന് സംസാരിക്കട്ടെ. വേണ്ട, ഞാൻ സംസാരിച്ചോളാം. അവിടെ വേറെ ആരാ അമ്മേ? അത് പിന്നെ നിങ്ങളെ കാണാനായിട്ട് നിർമ്മല വന്നിരുന്നു. അതാ ഞാൻ വിളിച്ചത്. സാരമില്ല, നിങ്ങൾ പോയ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ വന്നാ മതി. കുറച്ചു കഴിയുമ്പോ നിർമ്മല അങ്ങ് പോയിക്കോളും. അമ്മേ, അത് വേണ്ട. നിർമ്മലാമ്മ അവിടെ ഇരുത്തിയേക്ക്. എപ്പോഴായാലും ഞങ്ങൾ വന്നിട്ട് പോയാൽ മതി എന്ന് പറയേ. എടാ, അത് നിങ്ങൾ വരാൻ ഇരുട്ടിയാലോ? ഇരുട്ടിയാലും വിടണ്ട, അവിടെ ഇരുത്തിയേക്ക്. ശരി. എന്തു പറഞ്ഞു? ഇവിടെ ഇരുത്തിയേക്കാൻ, വിടണ്ടെന്ന്. ഇനിയിപ്പൊ എന്ത് ചെയ്യും ഗൗതം? നിർമ്മലന്റെ വീട്ടിൽ പോയല്ലോ. അതും നല്ലതിനായിരുന്നെന്ന് കരുതിയാ മതി. നിർമ്മലാമ്മയെ നമുക്ക് ശരിക്കും ഒന്ന് ഞെട്ടിക്കണം. എങ്ങനെ? അതൊക്കെ ഉണ്ട്. ആ നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. ഓംപ്രകാശ് വക്കീൽ ആദ്യം പറയുന്ന കേട്ടിട്ട് ഞാൻ ശരിക്കും പേടിച്ചുപോയി. ഏത് കോടതിയിൽ പോയിട്ട് ഒരു കാര്യമില്ലെന്നും സ്വത്തും ബിസിനസ്സും ഒക്കെ ഗൗതമന് മാത്രം അവകാശപ്പെട്ടതാണെന്നും ആ വക്കീല് പറഞ്ഞപ്പോ ശരിക്കും ഞാനങ്ങ് തളർന്നു പോയി. അവിടെ ബോധം കെട്ട് വീഴുന്ന് തോന്നിപ്പോയി എനിക്ക്. പിന്നെ ഞാൻ ശരിക്കും ഓംപ്രകാശ് സാറിനോടൊന്ന് റിക്വസ്റ്റ് ചെയ്തു. സാറ് വിചാരിച്ച നടക്കൂന്നൊക്കെ പറഞ്ഞപ്പോ പുള്ളിക്കാരൻ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. തിരികെ വന്നിട്ട് കേസ് ഏറ്റെടുക്കുകയും ചെയ്തു. ഓംപ്രകാശ് വക്കീൽ കേസ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ വിജയിച്ചു എന്ന് തന്നെയാ. ഇനി പേടിക്കാനൊന്നുമില്ല. പുള്ളിക്കാരൻ പുറത്തുപോയിട്ട് ആരെയോ ഫോൺ വിളിച്ചെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ആരെങ്കിലും വിളിച്ച് ഈ കേസിന്റെ ഡീറ്റെയിൽസ് സംസാരിച്ചതായിരിക്കും. പക്ഷെ പെട്ടെന്ന് തിരിച്ചു വന്നു. നോക്ക്, അപ്പോൾ സമയം 5:17. ഓംപ്രകാശ് വക്കീലിന്റെ കോൾ എനിക്ക് വന്നു. ശരിയല്ലേ? അപ്പോ വക്കീൽ മാറുന്ന അങ്കിളിനെയാണോ വിളിച്ചത്? ഓംപ്രകാശ് വക്കീൽ കേസ് ഏറ്റെടുക്കുന്നത് കിട്ടുന്ന പണത്തിന്റെ കനം അനുസരിച്ചാ. പുള്ളിക്കാണെങ്കിൽ ചോദിച്ചു വാങ്ങിക്കുന്നതിന് ഒരു മടിയില്ല. ഞെട്ടിക്കുന്ന ഒരു എമൗണ്ടാ ഓംപ്രകാശ് എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ തിരിച്ചും പുള്ളി ഒന്ന് ഞെട്ടിച്ചു. പറഞ്ഞതിൽ നിന്നും ഒരു 15 ലക്ഷം കൂടുതൽ കൊടുക്കാമെന്ന് സമ്മതിച്ചു. അത് പറ. ഇടയ്ക്കെന്തോ കളി നടന്നു എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ CKC ഇതിനിടയിൽ കളിച്ചതല്ലേ? അത് വിട് ജ്യോതി. ഈ കേസിൽ പണം എനിക്കൊരു പ്രശ്നമല്ല. വിജയം മാത്രമാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും മുടക്കും. എന്റെ ബാങ്ക് ബാലൻസ് തീരുന്നവരെ. അതൊന്നും സാരമില്ല അങ്കിളെ.
സ്വത്തും ബിസിനസ്സും ഒന്ന് എന്റെ കയ്യിലോട്ട് വന്നോട്ടെ. അങ്കിളിന് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പലിശ ഉൾപ്പെടെ ഞാൻ തിരിച്ചു തന്നിരിക്കും. ജ്യോതി വേണ്ട, ഇത് ശരിയാവുന്ന ലക്ഷണം കാണുന്നില്ല. ആ വക്കീലിനെ ഒന്ന് വിളിച്ച് ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പറ. കേസ് ഒഴിഞ്ഞേക്കാൻ പറ. അയ്യോ അങ്കിളെ എന്തുപറ്റി? പിന്നല്ലാതെ ഞങ്ങൾ എന്തിനാ ഈ പെടാപ്പാട് വിടുന്നത്? ഗൗതമിന്റെ നിധിയുടെ മുമ്പിൽ നിങ്ങൾ അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കണമെന്ന് കരുതിയല്ലേ? ആ നമ്മളോട് പറഞ്ഞു കേട്ടില്ലേ, ചെലവാകുന്ന പണം പലിശ ഉൾപ്പെടെ തിരികെ തരാമെന്ന്. ഇവരൊക്കെ നമ്മളെ അങ്ങനെയാണ് കാണുന്നത് ജ്യോതി. പിന്നെ നമ്മളെന്തിനാ ഈ പെടാപ്പാട് വിടുന്നത്? അങ്കിളെ പ്രണവ് അറിയാതെ എന്തോ പറഞ്ഞു പോയതാ. അല്ല, അങ്ങനെയൊന്നും അല്ല. ഉള്ളിലിരിപ്പ് പുറത്തു വന്നാ. നമ്മൾ ഇവരുടെ ഒന്നും ആരും അല്ലെന്നേ, പലിശക്കാരായിട്ടാ കാണുന്നത്. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. എന്താ പ്രണവ് ഇത്, സൂക്ഷിച്ച് സംസാരിക്കണ്ടേ? സോറി അങ്ങളെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. വേണ്ട പ്രണവേ, ഇത് ശരിയാവില്ല, വിട്ടേക്ക്. പ്ലീസ് AKC വിട്ടുകളാ. ദേഷ്യപ്പെടല്ലേ. നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റു പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കണ്ടേ? നമ്മുടെ മക്കളായതുകൊണ്ടാ അങ്ങനെ പറഞ്ഞപ്പോ ദേഷ്യം വന്നത്. ഇത്തരം വർത്താനൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്കിള് പ്ലീസ്, പ്രണവ് സോറി പറഞ്ഞില്ലേ? ഇനി മേലെ പ്രണവ് ഇങ്ങനെയൊന്നും പറയില്ല. പ്ലീസ് അങ്കിൾ, വാക്കുകൾ എടുത്ത് പ്രയോഗിക്കുമ്പോ സൂക്ഷിക്കണ്ടേ പ്രണവേ? കൈവിട്ട വാക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? സ്വന്തം അച്ഛനും അമ്മയാണെങ്കിൽ പോലും ഇവരെ പോലെ കൂടെ നിൽക്കില്ല. അത് പ്രണവിന് അനുഭവമുള്ളതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രണവിനെ തട്ടിക്കൊണ്ടുപോയി ഗോഡൌണിൽ പൂട്ടിയിട്ട് ഗൗതമനെ ജയിലിലാക്കിയത് എന്തിനാ? ആ റിസ്ക് എടുത്തത് പോലും ഗൗതം എന്ന ശല്യത്തിനെ ഒഴിവാക്കി മുഴുവൻ സ്വത്തുക്കളും നമുക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടിട്ടല്ലേ? നീ എന്തിപ്പോ പറഞ്ഞേ? എന്താ ശിവൻ നീ ഇപ്പൊ പറഞ്ഞെന്ന്? ഗൗതമനെ ജയിലിലാക്കാൻ വേണ്ടി ഇവരാണ് എന്നെ തട്ടിക്കൊണ്ടുപോയെന്നോ? ഞാൻ ടെൻഷനിൽ പറഞ്ഞത് തിരിഞ്ഞു പോയതാ. പ്രണവനെ ഗൗതം തട്ടിക്കൊണ്ടുപോയ കേസില് ഗൗതമനെ ജയിലിലാക്കിയത് അങ്കിളല്ലെന്ന് ചോദിച്ചതാ. നോക്കു പ്രണവേ, നമ്മളൊരു കുടുംബമാ. ഇവിടെ കണക്ക് പറച്ചിലുകൾ വേണ്ട. ഐ എം റിയലി സോറി അങ്ങളെ, എന്നോട് ക്ഷമിക്കേ. തൽക്കാലത്തേക്ക് ക്ഷമിക്കാം. പക്ഷെ നീ പറഞ്ഞ കടം വീട്ടലുണ്ടല്ലോ, അത് വേണം. കടം വീട്ടിയേ പറ്റൂ. ആ കടം വീട്ടല് പണമായിട്ടല്ല വേണ്ടത്. ഗൗതമിനെ നിധിയും തെരുവിലേക്ക് ഇറക്കി ഭിക്ഷക്കാരെ പോലെ ആക്കി പകരം നിങ്ങൾ ഈശ്വരമംഗലത്ത് കയറി അവിടുത്തെ രാജാവും രാജ്ഞിയുമായി ജീവിച്ച് കാണിക്കണം. അതാണ് ഞങ്ങൾക്ക് നിങ്ങൾ പകരം തരേണ്ടത്. എന്താ, പറ്റില്ലേ? പറ്റൂ ആന്റി, ഉറപ്പായിട്ട് ഞങ്ങൾ അങ്ങനെ ജീവിച്ച് കാണിക്കും. അല്ലേ പ്രണവേ?